എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൈവജ്ഞ കൃത്യത്തെക്കുറിച്ചാണ്. ആരാണ് ദൈവജ്ഞൻ എന്നാണ്, അതായത് ജ്യോതിഷിയാണ് ദൈവജ്ഞൻ എന്ന് വിളിക്കുന്നത്. ദൈവസ്യ ഇംഗിതം ജാനാതീതി ദൈവജ്ഞ എന്നാണ് ആ പദത്തിൻ്റെ മീനിങ്. അതായത് ദൈവത്തിൻ്റെ ഇച്ഛ അറിയുന്നവൻ. അപ്പോൾ ദൈവം എന്ന പദത്തിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം എന്ന പദത്തിന് സംസ്കൃതത്തിൽ ഭാഗ്യമെന്നും മലയാളത്തിൽ, അതായത് നമ്മുടെ പ്രാദേശികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അതിന് ഈശ്വരൻ എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട അർത്ഥം, പദാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം എന്നതാണ്. അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്ചകൻ്റെ ഭാഗ്യം ചിന്തിക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഈശ്വരൻ്റെ പണിയെടുക്കുവാൻ വേണ്ടി നമ്മളെ കൊണ്ടൊന്നും ആവില്ല എന്ന് സാരം. ഒരു വ്യക്തിയുടെ ഭാഗ്യം അറിയേണ്ട വ്യക്തി ആ വ്യക്തിയെ പോലെ ആകരുത്, അതായത് സാധാരണ മനുഷ്യൻ്റെ കൂട്ടാകരുത്. അതിനാണ് ദൈവജ്ഞന് വേണ്ടി കുറേ കൃത്യനിഷ്ഠകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ജ്യോതിഷിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ അലർട്ടായിരിക്കണം. അദ്ദേഹം നമ്മുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ആണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കലാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഏറ്റവും ഉത്തമമായിട്ട് അദ്ദേഹം ദൂരെ നിന്ന് വരുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ജ്യോതിഷാലയത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നിയമാവലികളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വരുമ്പോഴേ അദ്ദേഹത്തെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്വാസഗതി എന്താണ് എന്നൊക്കെ അറിയണം. അപ്പോൾ ഈ ശ്വാസഗതി എന്താണ് ഏതാണ് എന്നൊക്കെ പ്രശ്നമാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അറിയത്തില്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക, ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം. ശ്വാസഗതി നിരീക്ഷിക്കണം. ഇടത് ഭാഗത്ത് കൂടെ വേണം നമ്മുടെ മൂക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഏത് ഭാഗത്തിലൂടെയാണ് ശ്വസനം പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് ശുഭാശുഭങ്ങളൊക്കെ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രശ്നമാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് ചിന്തിക്കാം. അതല്ലാത്ത പക്ഷം പേഴ്സണൽ മെസ്സേജ് അയച്ചേക്കുക. കൂടാതെ അയാളുടെ എല്ലാ പ്രവൃത്തികളും ചിന്തിച്ചിരിക്കണം. ഓരോ മനുഷ്യനും ഓരോ സ്വഭാവം. ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്നവൻ ശ്രദ്ധാലുവല്ല എന്നൊക്കെ കുറേ നിയമം, കുറേ കൈയിട്ട് നിൽക്കുക, ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കില്ല. അലസതയോടുകൂടി വരുന്ന, അദ്ദേഹത്തെ ആരാണ്ട് പറഞ്ഞു വിട്ടതാണ് എന്ന ഒക്കെ ഇതിലായിരിക്കും വരുന്നത്. അതേസമയം സങ്കടത്തോടു കൂടിയാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോട് കേൾക്കുകയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ബഹുമാനത്തോടെ നമസ്തയൊക്കെ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഒരു ഭക്തനാണ്, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന വ്യക്തിയാണെന്നൊക്കെ ചിന്തിക്കാം. അതാണ് പറയുന്നത്. ശ്രദ്ധാലു ആയിരിക്കണം, എപ്പോഴും അദ്ദേഹത്തെ വാച്ച് ചെയ്തിരിക്കണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധിക്കണം. കൂടാതെ ആ സമയം കൊണ്ട് തന്നെ നിമിത്തങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നിമിത്തം എന്നത് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുവല്ല. പകരം പ്രകൃതി ആ വ്യക്തിയെക്കുറിച്ച് പറയുവാൻ വേണ്ടി ദൈവജ്ഞൻ അല്ല ജ്യോതിഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന ക്ലൂ ആണ്. അപ്പോൾ ആ ക്ലൂ കളക്ട് ചെയ്തെടുത്ത് നമുക്ക് ശുഭാശുഭങ്ങൾ പറയാൻ പറ്റണം, എങ്കിലേ സത്യമാകുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ ആദ്യം നമ്മളിൽ ഒരു ചൈതന്യം വേണം. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിലൊരു ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ സത്യം ആവുകയുള്ളൂ നമ്മൾ പറയുന്ന വാക്കുകൾ. അതുപോലെ തന്നെ നമുക്ക് ഗുരുത്വം വേണം. ഇപ്പോൾ ഓൺലൈനിലൂടെയൊക്കെയാണ് ജ്യോതിഷം പഠിക്കുന്ന എല്ലാവരും പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ആർക്കും സമയമില്ല. അതുപോലെ തന്നെ ആരും ഒരു 100% ആൾക്കാർ, ഞാനിപ്പോൾ ശങ്കരവിദ്യാപീഠത്തിൽ ക്ലാസ് എടുക്കുന്ന അവിടെ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന ആൾക്കാരിൽ ഇപ്പോൾ 1000 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 പേരേ ഉള്ളൂ ഇതുകൊണ്ട് ധനാഗമ മാർഗമായിട്ട് ചിന്തിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും ഇത് ഒരു ക്രൈസായിട്ട്, ഇത് പഠിക്കാൻ ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം റിട്ടയർ എംപ്ലോയീസാണ് ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് വേറെയാണ്. ജ്യോതിഷത്തെക്കുറിച്ച് അറിയുക എന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒരു ഈശ്വരാനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു വൈബായി മാറണം. നമ്മളിലൊരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകണം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കുറേ കൃത്യനിഷ്ഠകൾ നമ്മൾ ചെയ്യാനുണ്ട്. അതിനാണ് ആദ്യമേ പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കണം.
വിഷയമുള്ള കാര്യമാണ്. അതിരാവിലെ എഴുന്നേറ്റ് ശാന്തിക്കാരൊക്കെ ആണെങ്കിൽ ശരി, അവർക്ക് പറ്റും, നമ്മൾക്കൊക്കെ ആണെങ്കിലും പറ്റും, ഒരു 4:30 5 ആകുമ്പോൾ എഴുന്നേക്കാം. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് ആ കിടക്കപ്പായ തന്നെ ഇരുന്ന്, അതൊക്കെ നമ്മുടെ കാരണന്മാർ പഠിപ്പിക്കുന്നതാണ്. ഇഷ്ടദേവതാവന്ദനം, സരസ്വതി നമസ്തുഭ്യം ഒക്കെ ചൊല്ലുക, ആ വക കാര്യങ്ങളെല്ലാം ചെയ്യുക. ഭൂമിയെ തൊട്ട് എഴുന്നേൽക്കുക. അതിനുശേഷം മലമൂത്ര വിസർജനാദികളെല്ലാം ചെയ്ത് ശൗച ആചമനാദികളും ചെയ്യുക. അതാ പറയുന്നത്, എല്ലാവരും ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ശൗചവും ആചമനവും ഒക്കെ നമുക്ക് തന്നെ വേണ്ട കാര്യങ്ങൾ, സാധാരണ മനുഷ്യർ ചെയ്യുന്നില്ലാത്തൊരു കാര്യമാണ്. അതിനുശേഷം ശരീരശുദ്ധി വരുത്തി ശൗചാചമനാദികളൊക്കെ ചെയ്ത് ശരീരശുദ്ധിയൊക്കെ ആക്കി അതിനുശേഷം കുളിക്കുക. കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനാദികളുണ്ട്. ആ സന്ധ്യാവന്ദനാദികളും മറ്റുള്ള മനുഷ്യന് പറ്റില്ല, പക്ഷേ ജ്യോതിഷി അത് പ്രാക്ടീസ് ചെയ്യണം. നിത്യാനുഷ്ഠാനങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിധിപ്രകാരം മന്ത്രം ജപിക്കണം. ജപ ആദികളൊക്കെയാണ്. ചിലരൊക്കെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം. അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം, സന്താപനാശകരായ നമോ നമഃ എന്നൊക്കെ പറഞ്ഞുള്ള ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ ചൊല്ലിയാലൊക്കെ ഏറ്റവും ഉത്തമമാണ്. കാരണം സൂര്യനാണ് ഇതിൻ്റെയൊക്കെ ആശ. അതുകൊണ്ടാണ് അത് പറയുന്നത്. ശേഷം ഏകാന്തമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള അതുപോലെ തന്നെ ജനത്തിരക്കില്ലാത്തൊരു സ്ഥലത്ത് എന്നാണ് പ്രമാണങ്ങളിൽ പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ജ്യോതിഷാലയാകാം, ശാന്തി കൊണ്ടാവാം, ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ മുറിയാവാം, നമ്മുടെ പേഴ്സണൽ ബെഡ്റൂമിൽ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ എപ്പോഴും കയറി ഒരു പേഴ്സണൽ റൂം, നമുക്ക് ചെറിയൊരു സ്പേസ് മതി. അവിടെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുക. സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴത്തെ ഇപ്പോഴും ചമ്പ്രം പഠിച്ചിരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പറ്റില്ല. കാരണം വയ്യ. അപ്പോൾ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള ആസനത്തിൽ ഇരിക്കണം എന്നതാണ്. കസേരയിലാവാം, എങ്ങനെയാവാം. പക്ഷേ അത് ചെയ്യേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആവണം എന്ന് മാത്രം. ഇരിപ്പിടത്തിരുന്ന് തൻ്റെ ഗുരുവിനെയും ഗണപതിയെയും ആദ്യമേ പ്രാർത്ഥിക്കണം. എല്ലാ ഗ്രഹങ്ങളെയും പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. അത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, സൂര്യാഭിമുഖമായിട്ട്. ഇപ്പം ഇടുക്കി ജില്ലയിലൊക്കെ ആണെങ്കിൽ വിധിക്കാണ് വീടുകൾ, കൃത്യം കിഴക്കോട്ട് കിട്ടില്ല, പകരം ചെറിയ ചെരുവുണ്ടാവും. വയനാട് പോലെയുള്ള, എന്നാൽ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ കിഴക്ക് എന്ന് പറയുന്ന ഒരു ദിക്കിലേക്ക് നോക്കിയിരുന്ന് സൂര്യൻ ഉദിക്കുന്ന എവിടെയാണോ അതാണ് കിഴക്ക്. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയിരുന്നതിന് ശേഷം ഗുരുവിനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ കണ്ണടച്ച് തുറന്ന് അതല്ല, പകരം നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥൻ ആരാണോ അദ്ദേഹത്തെ കൃത്യമായിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ട് പാദനമസ്കാരം ചെയ്യുക. അത് മുഖ്യ ഘടകമാണ് ജ്യോതിഷയെ സംബന്ധിച്ച്. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗണപതിയെ വന്ദിക്കുക. ഗണങ്ങളുടെ പതിയാണ്. അപ്പോൾ ആ ഗണപതിയെയും വന്ദിച്ച് എല്ലാ ഗ്രഹങ്ങളെയും വന്ദിക്കുക. അപ്പം നവഗ്രഹ സ്തോത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അറിയത്തില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള ഏർപ്പാടും ചെയ്തു തരാം, പഠിപ്പിക്കുവാനുള്ള. അതിനുശേഷം പ്രാണായാമം ചെയ്താൽ ഏറ്റവും ബെറ്ററാണ്. പ്രാണായാമം പൂരകൻ, രേചകം, കുംഭം എന്ന് പറയുന്ന 3 കൂട്ടം കാര്യമുണ്ട്. വലിച്ചു കയറ്റുക, സ്റ്റോർ ചെയ്യുക, കളയുക, വീണ്ടും വലിച്ചു കയറ്റുക, സ്റ്റോർ ചെയ്യുക, കളയുക. അങ്ങനെ ഒരു പ്രാണായാമം എന്നിപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെയുള്ള സംഭവങ്ങളാണ്, അതൊക്കെ പഠിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാണായാമവും കൂടി ചെയ്താൽ ഏറ്റവും ബെറ്ററായി. അതിനുശേഷം സ്വസ്ഥചിത്തനായിട്ടിരിക്കണം. എന്നിട്ടാണ് വേണം പഞ്ചാംഗം തുറക്കുവാൻ വേണ്ടി. ആ പഞ്ചാംഗം തുറന്നതിന് ശേഷം ലോകവിവരങ്ങളെല്ലാം പേപ്പർ സഹിതം നമ്മൾ വായിക്കണം എന്നാണ്. ലോകവിവരം എല്ലാം ഒരു ജ്യോതിഷി അറിഞ്ഞിരിക്കണം. പഞ്ചാംഗം നോക്കി അന്നേ ദിവസത്തെ വിശേഷങ്ങളോ എല്ലായിടത്തും ഉത്സവമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫെസ്റ്റിവൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം ഗ്രഹനില ഗണിക്കാൻ അറിയത്തില്ലെങ്കിൽ അതും പഠിപ്പിച്ചു തരാം. കമൻറ്റ് ചെയ്താൽ മതി, വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഗ്രഹനില ഗണിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ജ്യോതിഷം നോക്കുക എന്നൊക്കെ പറയല്ലേ. കാരണം നമ്മളാദ്യം നമ്മളെ പരീക്ഷിക്കണം. നമ്മുടെ ജാതകമൊക്കെ ആദ്യമേ റെഫർ ചെയ്തതിന് ശേഷം വേണം വല്ലവരും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ആദ്യം നോക്കുക. അങ്ങനെ പഠിച്ചതിന് ശേഷം വേണം മറ്റുള്ളവരെ ചെയ്യാൻ. കാരണം വീട്ടുകാർക്കാവുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അസത്യമാണോ എന്നൊക്കെ വീട്ടുകാർ തിരിച്ച് നമ്മളോട് മടിയില്ലാതെ പറയും. അതേസമയം ഒരു 500 രൂപ ദക്ഷിണയിൽ നിന്ന് പോകുന്ന വ്യക്തി പോയതിന് ശേഷമായിരിക്കും നമ്മളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവുകൾ പറയുക. നേരെ പറയല്ല. പക്ഷെ വീട്ടുകാർക്ക് അങ്ങനെയല്ല. നീ പറയുന്ന മൊത്തം തെറ്റാടാ അല്ലെ ശരിയാടാ എന്ന് അവർ കൃത്യമായിട്ട് പറയും. അത് കൂട്ടുകാരുടെയൊക്കെ ആദ്യം പ്രശ്നം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം പിന്നീട് ബാക്കി പൈസയൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ അന്നേ ദിവസത്തെ നിമിത്തങ്ങൾ
നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കുമോ എന്നൊക്കെയുള്ള നിമിത്തങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കബഡിയൊക്കെ ഒഴിഞ്ഞ് ഒരു രാശിയൊക്കെ ചുമ്മാ ഒന്ന് രാശിയൊക്കെ നോക്കി ദൈവാനുഗ്രഹമുള്ള ദിവസമാണോ എന്നൊക്കെ നോക്കി ഈ ശ്വാസഗതിയിൽ തന്നെ നമുക്ക് ഇന്നത്തെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രശ്നമാർഗത്തിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും കൃത്യനിഷ്ഠകളെല്ലാം ചെയ്തതിന് ശേഷമേ ഒരു ജ്യോതിഷി ഫലം പറയുവാൻ വേണ്ടി ഇരിക്കാവൂ. അപ്പോൾ ഫലം പ്രവചനത്തിന് രാശിഫലക നിർബന്ധമേ അല്ല. ജ്യോതിഷി എവിടെ നിൽക്കുന്നു അവിടെയാണ് ജ്യോതിഷാലയം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാവുകയില്ല, സത്യമായി തന്നെ ഭവിക്കും. എല്ലാവർക്കും നമസ്കാരം.